ജോലിക്ക് വരണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ല, നിങ്ങളോട് ചില സത്യങ്ങൾ പറയാൻ വന്നതാ. എന്താ? അകത്തിരുന്ന് സംസാരിച്ചാലോ? പറയൂ. എനിക്കറിയാം നിങ്ങൾ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതെന്ന്. രാജീവ് സാർ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു വിട്ടതാ. ശരി, ഇപ്പൊ അതുകൊണ്ട് എന്താ? അതിൽ പ്രശ്നമുണ്ട് ചേച്ചി. എന്റെ ആത്മാഭിമാനം. രാജീവ് സാർ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടത് അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കാശോ ആണെന്നാണ്. പക്ഷെ സത്യം അദ്ദേഹം നല്ലൊരു മനുഷ്യനല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാ അദ്ദേഹം എന്നെ മനഃപൂർവ്വം ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കാരണം ഞാൻ എങ്ങനെ അയാളെ കുറിച്ചുള്ള സത്യം നിങ്ങളോട് പറഞ്ഞെങ്കിലോ എന്ന് പേടിച്ചു. അതെന്താ അത്? ചേച്ചി, നിങ്ങളുടെ ഭർത്താവിന് മറ്റേതൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. നിന്റെ വായിൽ വരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാനത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ചേച്ചിക്ക് ഓർമ്മയില്ലേ ചേച്ചി ചേച്ചിയുടെ അമ്മയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയിരുന്നത്? അപ്പൊ സാർ എനിക്കും ലീവ് തന്ന് പറഞ്ഞയച്ചിരുന്നു. സുജാത, പറയൂ സർ. മാഡം നാട്ടിലേക്ക് പോയിരിക്കുവോ? ഞാനും കുറച്ച് നേരത്തിൽ ജോലിക്കാരിയായിട്ട് പോവും, പുറത്തു പോവും. നീ വീട്ടിൽ പോയിക്കോ. ശരി സർ, ഞാൻ ഈ ജോലികളൊക്കെ തീർത്തിട്ട് വീട്ടിൽ പൊക്കോളാം. ഗുഡ്. സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നു. രാത്രി ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഓർമ്മ വന്നത് ചാർജർ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ തിരിച്ചു വന്നു, കാരണം എന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ കീ ഉണ്ടായിരുന്നു. സർ, സുജാത, രാജീവ് ഇതാരാ? ഞാൻ പറയാം. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? പക്ഷേ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വരണ്ടാന്ന് പറഞ്ഞില്ലേ? നീ എങ്ങനെയാ ഉള്ളിൽ കയറിയേ? ലോക്ക് ചെയ്തതാണല്ലോ. വീടിന്റെ എക്സ്ട്രാ കീകൾ ഉണ്ട് എന്റെ കയ്യിൽ. ചേച്ചി എനിക്ക് തന്നതാണ്. നോക്കിയേ, ഈ കാര്യം കവിതയ്ക്ക് അറിയാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾ ചേച്ചി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവാണ് ചേച്ചി. നിങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നത്. എന്നാ ഞാനൊരു മനുഷ്യനാ. മനുഷ്യന്മാര് തെറ്റ് ചെയ്യും. നീ തന്നെയല്ലേ ചെയ്യുന്നത്? ഓണർ വരണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ടിട്ട് നീ ഉള്ളിൽ കയറാൻ ശ്രമിച്ചത് എന്തിനാ? കക്കാനാണോ? അല്ലെങ്കിൽ കൊല ചെയ്യാൻ പോവാണോ? വാ, നേരെ പോലീസ് സ്റ്റേഷൻ പോവാ. നീ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധി എന്ന് പ്രൂവ് ചെയ്യാൻ തന്നെ കുറെ കൊല്ലങ്ങളാവും. പക്ഷെ ഞാനത് ചെയ്യില്ല. അതേപോലെ നീയും ഈ കാര്യത്തെക്കുറിച്ച് കവിതയോട് പറയല്ലേ. മനസ്സിലായോ? സാറിനെ പേടിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ചേച്ചിയോട് ഇതുവരെ പറയാതിരുന്നേ. പക്ഷെ സാറിനത് അറിയായിരുന്നു. അങ്ങേർക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായി എനിക്കിത് ഒത്തിരി ദിവസം ചേച്ചിയുടെ അടുത്തൊന്ന് മറച്ചു വെക്കാനാവില്ലെന്നുള്ളത്. സാറിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് വന്ന് പറയുന്നതിന് മുമ്പ് ചേച്ചിയോട് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ജോലി കിട്ടാൻ വേണ്ടി തെറ്റ് ചെയ്യുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും തരം താഴും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ എന്റെ ഭർത്താവിനെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ അങ്ങ് വിശ്വസിക്കാന്ന് വിചാരിച്ചോ? എന്റെ ഭർത്താവ് എനിക്ക് ദൈവത്തിനെ പോലെയാ. അദ്ദേഹം എന്നെ ഒരിക്കലും ചതിക്കില്ല. ചേച്ചി, ഞാൻ പറയുന്നത് സത്യമാണ്. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല.
എന്നെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം ഞാൻ വിശ്വസിക്കുള്ളൂ. എനിക്ക് ഈ സംശയം മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഓ മൈ ബേബി, എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കീ തന്ന് വെച്ചിരിക്കുന്നേ. നീ ജോളിയായിട്ട് AC ഇട്ട് വെറുതെ ഇരുന്നൂടായിരുന്നോ? താങ്ക് യു സോ മച്ച്. കീ കൊടുത്തതിന് വേണ്ടിയാ. പക്ഷെ എന്ന് ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്? എന്നും ഇങ്ങനെ വരത്തുള്ളോ? ബേബി, ഞാൻ ലേറ്റ് ആയിട്ട് വരണമെന്നല്ല, പക്ഷെ എന്റെ ജോലി നിനക്ക് അറിയാലോ. വർക്കേഴ്സ് തൊട്ട് ലീഡേഴ്സ് വരെ എല്ലാരും ഞാൻ മീറ്റ് ചെയ്തിട്ടാ വരണേ. മതി മതി. ശരി, നീ ഒരുപാട് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാ. വാ, ആദ്യം പോവാം. വാ 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 വാ. എന്താ ഇത്? എന്നും ജോലിക്ക് വന്നു, എന്നും ലേറ്റ് ആയിട്ടും വരുന്നു. ശരി ശരി ശരി, സോറി. ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് ടൈമിന് വരാം. അതൊന്നും പറ്റില്ല. സോറി പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. ഷോപ്പിംഗ് പോണോ? എവിടെ പോണെന്ന് പറ. ലണ്ടൻ, സ്വിറ്റ്സർലാൻഡ്, ദുബായ്, എവിടെ പോവാന്ന് പറ. ഐ സീ, ഫോറിനിൽ പോവാൻ തക്കവണ്ണം നിനക്ക് ടൈം ഉണ്ടെന്നാണോ പറയുന്നേ? ഹേ, എന്റെ അടുത്ത് ടൈമൊന്നും ഇല്ല ബേബി. പക്ഷെ നിന്നെ പോലത്തെ ഒരു ബ്യൂട്ടിക്ക് ഞാൻ ടൈം ഒതുക്കിയല്ല ആവേണ്ടത്. ശരി, മതി മതി. നിന്റെ വൈഫിനോട് എന്താ പറയാ? അതോ, അർജന്റ് ആയിട്ട് ഫോറിനിലേക്ക് പോണെന്ന് പറയും. അത് ശരി. നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ അവളെന്താ മന്ദബുദ്ധിയാണോ? എന്റെ ഭാര്യ ഒരുപാട് നല്ലവളാ. ഈ മണ്ണ്, സിമന്റ് കോൺട്രാക്ട് ഇടാൻ വേണ്ടി ദുബായ് പോവാന്ന് ഞാൻ പറഞ്ഞേക്കും. അവളും വിശ്വസിക്കും. നൈസ്. സംസാരമൊക്കെ മതിയാക്കാം. എന്തിനാ നമ്മൾ വന്നത്? ആ കാര്യം നോക്കാം. അതല്ലേ തുടങ്ങാൻ പോകുന്നത്. എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം വന്നത്. കണ്ടില്ലേ ഇപ്പോ? ഇനി ഉറപ്പായോ? ഇതുകൊണ്ട് പറയുന്നത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർ പറയുന്നതും കുറച്ച് വിശ്വസിക്കണമെന്ന്. കാരണം കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ അത് വല്ലാതെ വേദനിക്കും. ചേച്ചി, നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള എന്റെ ലക്ഷ്യമല്ല. പക്ഷേ ഇതെന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നതല്ല എനിക്കിവിടെ വിഷമം തോന്നിയത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്നതായിരുന്നു എന്നെ വേദനിപ്പിച്ചത്. വീഡിയോ അയക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിലേക്ക്. നിങ്ങളുടെ ഭർത്താവ് വരുമ്പോ ചോദിച്ചേക്ക് എല്ലാ കാര്യങ്ങളും. ഞാൻ ഇറങ്ങാണ്. ഇവളെന്തിനാ ഇവിടെ വന്നേ? എന്തു പറ്റി? എന്തിനാ കരയണ? നിങ്ങൾ എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്തത്? അതിന് എന്ത് കുറവാ എനിക്കുള്ളത്? ഞാനെന്താ കാണാൻ സുന്ദരിയല്ലേ? ഞാനെന്താ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ? ഞാനിവിടെ ജീവനോടുള്ളപ്പോ നിങ്ങൾ വേറൊരു പെണ്ണിനോട് റിലേഷൻ വെച്ചേക്കുന്നു. എന്തിനാ രാജീവ്? നീ എന്താ പറയണ? പോകുന്നില്ലേ? അവളെന്തോ നിന്നോട് നുണ പറഞ്ഞിരിക്കുക. അവളൊന്നും ചുമ്മാ പറഞ്ഞിട്ടല്ല പോയത്. അവളെന്റെ കണ്ണ് തുറപ്പിച്ചു.
നമ്മുടെ എക്സ്ട്രാ ഉള്ള വീട് നിങ്ങൾ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അവിടെ ഗസ്റ്റ് വർക്കേഴ്സ് അല്ലേ താമസിക്കുന്നത്. ഇവളെന്താ വർക്കറാണോ അതോ ഗസ്റ്റോ അല്ല പ്രണയിനിയാണോ രാജീവ്? ഞാൻ നിങ്ങൾ ദൈവത്തിനെ പോലെ കരുതിയത്. നിങ്ങൾ പറഞ്ഞതെല്ലാം കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. എന്തിനാ രാജീവ്, എന്തിനാ? പ്ലീസ് എന്നെ ക്ഷമിക്ക്. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഐ എം സോറി. പ്ലീസ് എന്നെ ക്ഷമിക്കൂ. ഞാൻ വഴി തെറ്റിപ്പോയി. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇനി ഞാൻ ഏത് തെറ്റും ചെയ്യൂല. പ്ലീസ് ലാസ്റ്റ് ടൈം പ്ലീസ് എന്നെ ക്ഷമിക്ക്. പ്ലീസ് എന്നെ ക്ഷമിക്ക്. പ്ലീസ് എന്നെ ക്ഷമിക്ക്. ഞാൻ അറിയാതെ ചെയ്തു പോയി. പ്ലീസ് ഇനി ഇങ്ങനെ ചെയ്യില്ല. പ്ലീസ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? Please. നിങ്ങൾ പാപം ചെയ്തിട്ട് എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കാണോ? ആദ്യമായിട്ട് ഒരു തവണ തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതുപോലെ ഇനി ആവർത്തിക്കില്ല. ഐ ലവ് യു. ഐ എം സോറി. വലിയ ആളായിട്ട് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വന്നതല്ലേ. ഇനിയിപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താവുമ്പോ എന്ത് ചെയ്യുന്ന കാണാലോ. സുജാത, സർ, നിങ്ങളിവിടെ എന്റെ വീട്ടില്? നിന്റെ ചെറ്റത്തരം കാണിച്ചല്ലേ. എന്റെ പേഴ്സണൽ ലൈഫ് വിട്ട് പുറത്തു മാറി നിൽക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനിമേലാൽ എന്റെ ലൈഫിൽ ഇന്റർഫിയർ ആവാൻ വേണ്ടി നീ ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ നിന്നെ കൊന്നു കുഴിച്ചോളി. മനസ്സിലായോ? പോടി. ഇത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്.